ഈ കഴിഞ്ഞ 8-ാം തീയതി ഏപ്രിൽ 8-ാം തീയതിയാണ് വളരെ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി പ്രസ്താവിച്ചത്. ഗവർണർമാർ ബില്ല് തടഞ്ഞു വയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നു ആ വിധി. തമിഴ്നാട് ഗവർണർ RN രവി ബില്ല് തടഞ്ഞു വെച്ചതിനെതിരായിട്ട് തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിനകത്താണ് വിധി വന്നത്. ഗവർണർ തടഞ്ഞു വെച്ച 10 ബില്ലാണ് അന്ന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പാസ്സായത്. വളരെ സുപ്രധാനമായ വിധിയായിരുന്നു. ഗവർണർമാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അധികാരങ്ങളില്ല, വിവേചനാധികാരങ്ങളില്ല, വീറ്റോ പവർ ഇല്ല. മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആൾക്കാർ മാത്രമാണ്. അതുമാത്രമല്ല, ഈ വ്യക്തമായിട്ട് ഒരു ബില്ല് വരുമ്പോഴത്തേക്കും അത് എത്ര ദിവസത്തിനുള്ളിൽ അതിൽ നടപടി എടുക്കണമെന്ന കാര്യത്തിൽ ഒരു സമയപരിധി കൂടി നിശ്ചയിച്ചായിരുന്നു സുപ്രീം കോടതിയുടെ ഗവർണർമാർക്കെതിരായിട്ടുള്ള വിധി വന്നത്. സമയപരിധി ഗവർണർമാർക്ക് മാത്രമായിരുന്നില്ല, ബില്ല് ഗവർണർമാർ കഴിഞ്ഞാൽ ഗവർണർമാർ അയക്കുന്ന രാഷ്ട്രപതിയുടെ കാര്യത്തിലും സമയപരിധി വ്യക്തമായി നിശ്ചയിച്ചുകൊണ്ടായിരുന്നു വിധി വന്നത്. സുപ്രധാനമായിരുന്നു. ഫെഡറലിസത്തെ ഉയർത്തിക്കാണിക്കുന്ന സുപ്രധാനമായ വിധിയായിരുന്നു അത്. ആ വിധിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നത് BJPക്കാരാണ്. BJP അനുകൂലികൾ പരസ്പരം പലയിടങ്ങളിലും വ്യക്തമായി പറഞ്ഞു. മാത്രവുമല്ല, ഇതിനെ സൂപ്പർ പാർലമെൻറ്റായി ചില ജഡ്ജിമാർ കരുതുന്നു എന്ന രീതിയിൽ വിമർശനവുമായിട്ട് ഉപരാഷ്ട്രപതി വരെ രംഗത്തെത്തി. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിമർശിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. സുപ്രീം കോടതി വിധിയെ വിമർശിക്കുമ്പോഴത്തേക്കും വിധിയെ വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി വീണ്ടും ഈ കാര്യത്തിൽ തന്നെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി വിമർശിക്കുന്ന രീതിയിലാണ് ഈ നിലപാടെന്ന കാര്യം എടുത്തു തന്നെ പറയണം. പാർലമെൻറ്റാണ് പരമോന്നതമായത് എന്നാണ് ജുഡീഷ്യറി ഉന്നം വെച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞു. ഇന്ന് ഡൽഹി സർവകലാശാലയിൽ സംസാരിക്കവേ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലിനെക്കുറിച്ച് വീണ്ടും വിമർശിച്ചു. പാർലമെൻറ്റാണ് പരമോന്നതമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഭരണഘടന എന്തായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ഇലക്ട് ചെയ്യപ്പെട്ട പ്രതിനിധികളായിരിക്കും. അതിന് മുകളിൽ ഒരു അധികാരവും ഉണ്ടായിരിക്കില്ല. പാർലമെൻറ്റാണ് പരമോന്നത, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ചർച്ചകൾക്കിടയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയുടെ 2 പരസ്പര വിരുദ്ധമായ പ്രസ്ഥാനങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചത്. സുപ്രധാനമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഗവൺമെൻറ് ആയാലും മറ്റ് നിയമവിദഗ്ധന്മാരായാലും പരിഗണിക്കുന്ന കേസുകളൊന്നാണ് കേശവാനന്ദ ഭാരതി കേസ്, പിന്നെ മറ്റൊന്ന് ഗോർഖനാഥ് കേസാണ്. ഈ 2 കേസിനുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി ഇന്ന് ആക്രമണം നടത്തിയത്. അത് ഒരു കേസിൽ, ഗോർഖനാഥ് കേസിൽ ഭരണഘടനയുടെ ആമുഖം ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പറയുന്നു. എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ അത് ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറയുന്നു. ജനാധിപത്യത്തിൽ സംഭാഷണത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം കൂടുതൽ ഊന്നിപ്പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാകുന്ന രീതിയിൽ ആ ലാഞ്ചന വരുന്ന കാര്യം കൂടിയാണ് ഇന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞത്. വളരെ സുപ്രധാനമാണ്. ഉപരാഷ്ട്രപതി തന്നെ ഈ കാര്യം പറയുന്നത്. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ നാഥൻ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, പരസ്യമായി പറയുന്നുവെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് രാഷ്ട്രീയ അർത്ഥങ്ങൾ കൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചർച്ചയാവാൻ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കൊടുത്ത കേസാണ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു വിധി വരികയും ആ വിധി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്തു. സാധാരണ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കൈപ്പിടിയിലാക്കാനുള്ള BJPയുടെ ശ്രമത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിൽ തമിഴ്നാട് സർക്കാരിന് അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധിച്ചത്. മാത്രമല്ല, ഇന്ന് വേറെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതേപോലെ തന്നെ ബില്ലുകൾക്കെതിരായിട്ട് ഗവർണർമാരുടെ ഇടപെടലിനെ കുറിച്ചും സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് സമയം നിർവഹിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരളം ഒരു ഹർജി കൊടുത്തിരുന്നു. ആ ഹർജി ഇന്ന് പരിഗണിച്ച സമയത്ത് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമായി പറഞ്ഞു, നേരത്തെ ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് അത് തമിഴ്നാട് സർക്കാരിന് വേണ്ടി മാത്രമുള്ള വിധിയാണ്, അത് കേരളത്തിനെ ബാധിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അത് പിന്നെ കൂടുതൽ വാദം കേൾക്കാൻ വേണ്ടി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ പോലും പരസ്പര വിരുദ്ധമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. വളരെ സുപ്രധാനമായ ഒരു അടിയാണ് കേന്ദ്രത്തിന് കിട്ടിയതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദിവസങ്ങൾ പുറത്തുനിന്ന് ഓരോരോ പ്രതികരണങ്ങളും പിന്നെ അതിനുശേഷം പിന്നെ കോടതിയിൽ നടക്കുന്ന കേന്ദ്രത്തിൻ്റെ പ്രതികരണം. ആ വിധി ഇവിടെ ഒരുപാട് പ്ലാനുകൾക്ക്, BJPയുടെ ഒരുപാട് പ്ലാനുകൾക്ക്, സംഘപരിവാറിൻ്റെ ഒരുപാട് പ്ലാനുകൾക്ക് വമ്പൻ തിരിച്ചടിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള RSSൻ്റെ ശ്രമത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയെങ്കിലും അണ്ടർമൈൻ ചെയ്ത് കാണിക്കുക എന്ന നീക്കമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ, അതും ഉയർന്ന പദവികളിരിക്കുന്ന പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. എന്നാലും കേരളത്തിൻ്റെ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഇതിൽ വ്യക്തമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായ വിധി ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് പിന്നെ വളരെ നിർണായകമാവും. അത് പിന്നെ അംഗീകരിക്കാതെ ഇരിക്കാൻ കേന്ദ്ര സർക്കാരിന് ആവത്തില്ല. അത് BJPക്കും RSSനും വലിയ തിരിച്ചടി കൂടിയാണ്.